പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നമ്മുടെ പതിവ് ക്ലാസ്സിൽ ഏറ്റവും ലളിതമായിട്ട് എന്നാൽ ഹ്യൂമൻ അനാട്ടമിയെ അടിസ്ഥാനമാക്കി ഒരു സ്ത്രീ രൂപം വരയ്ക്കുകയാണ് നിങ്ങൾക്കായി. നമ്മൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മാത്രമല്ല കൂടുതൽ സ്റ്റഡി ചെയ്യുക. നമ്മളീ വരച്ചിരിക്കുന്ന രീതി പരമാവധി നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതിയിലേക്ക് ലളിതമാക്കിയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇത്രയും രൂപങ്ങൾ, പ്രത്യേകിച്ച് ഹ്യൂമൻ അനാട്ടമിയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പരിശീലിച്ചാൽ മാത്രമേ അത്യാവശ്യമെങ്കിലും നമുക്ക് വരയ്ക്കാൻ സാധിക്കൂ. ഇതും ഒരർത്ഥത്തിൽ പൂർണ്ണമായൊരു ചിത്രീകരണമല്ല, ഒരുപാട് അപാകതകൾ ഇവിടെയുമുണ്ട്. കാരണം ഏറ്റവും ചെറിയ സമയം കൊണ്ട് നമ്മൾ വരയ്ക്കുന്നതാണ്. ഇതിൻ്റെ ഉദ്ദേശം നമ്മളെപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചിത്രകലാ പാഠവും പ്രദർശിപ്പിക്കലല്ല, മറിച്ച് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ അതാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ കുറേ വർഷങ്ങളായി ചിത്രകല പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരയൊക്കെ തന്നെ ഇത് കാണുന്നവർക്ക് മനസ്സിലാകണമെന്ന രീതിയിൽ ഒരു അധ്യാപകൻ്റെ രചന പോലെ കണ്ടാൽ മതി. നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ശാസ്ത്രീയമായിട്ട് ചിത്രകല പഠിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം. നിങ്ങളുടെ ചിത്രകലാ പഠനത്തിന് പ്രായം, കാലം, ദേശം ഇതൊന്നും ബാധകമാകുന്നേയില്ല. പക്ഷേ ഒന്നുണ്ട്, ഉള്ളിലൊരു പ്രണയം. നമ്മുടെ ഉള്ളിൽ കലയുടെ ഒരു സ്പർശമുണ്ടാവണം, ഉറവ പറ്റാത്ത പ്രണയവും ഉണ്ടാവണം. അല്ലെങ്കിൽ വല്ലാതെ വരണ്ടു പോകും ജീവിതം. ഏത് പ്രായത്തിൽ നമുക്ക് പ്രണയിക്കാം. ആ പ്രണയം പ്രപഞ്ചത്തോടുള്ളതാവണം, കലാപരമായ കഴിവുകളോടുള്ളതാവണം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രാഗഭാവങ്ങളെ, നമ്മുടെ ഉള്ളിലെ പ്രണയഭാവങ്ങളെയൊക്കെ നമുക്ക് ആ വിധം പോലെ പരിശീലിച്ച് നമ്മുടെ കയ്യൊപ്പ് ചേർത്ത് പ്രദർശിപ്പിക്കാനുമാവും. നിങ്ങൾ ഓരോരുത്തരും വരയ്ക്കുക, നിങ്ങളുടെ ചിത്രങ്ങൾ എല്ലാവരെയും കാണിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു അഭിനന്ദനം നിങ്ങൾക്ക് സന്തോഷമേകും. മാത്രമല്ല, വിരസമായി പോകുന്ന നിമിഷങ്ങളെ മനോഹരമാക്കുവാൻ നമുക്ക് നമ്മുടെ ഉള്ളിലെ ചെറിയ കഴിവുകളെ വളർത്തിയെടുക്കാം. അങ്ങനെയാവട്ടെ. നിങ്ങൾക്ക് എൻ്റെ ചിത്രീകരണം ഇഷ്ടമായെങ്കിൽ ഒപ്പം ഉണ്ടാവുക. ഇനിയും നമുക്ക് ഏറെ വരയ്ക്കാനുണ്ട്, ഒരുപാട് ഇഷ്ടം.